നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, പ്രാർത്ഥന ഉയരുമ്പോൾ ദൈവം അവിടെ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളൊന്ന് ശരിക്കും പ്രാർത്ഥിച്ചു നോക്കിക്കുക. നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്ന പൈസ ഉണ്ടാകാനും ജോലി കിട്ടാനും മാത്രം പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. എങ്കിൽ പോലും അവിടെ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ശരിക്കും ദൈവത്തോട് അടുക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയേ, ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പ്രവർത്തിക്കും. പ്രശ്നമുണ്ടായപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തോടോ ജോഷുവയോടോ വഴി മാറി പോകാനല്ല പറഞ്ഞത്, അവിടെ നിന്ന് ശക്തമായി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിച്ച്, നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന പലരും പല കാര്യത്തിൽ ദുഃഖിതരായിരിക്കും. എന്തൊക്കെ ദുഃഖമായിരിക്കും? എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല, എൻ്റെ കല്യാണം നടക്കുന്നില്ല, ഞാൻ എത്രയോ നാളായിട്ട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കയ്യിലൊരു പൈസ പോലും നിൽക്കുന്നില്ല, എനിക്കൊരു സൂക്ഷ്മമില്ല, എനിക്കൊരു ഉയർച്ചയില്ല, നല്ല വീടില്ല, എൻ്റെ ജീവിതം ഇത്രയും വയസ്സ് വരെ ഞാൻ ജീവിച്ചു, കുടുംബത്തിനൊരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല, ഞാൻ കൃഷി ചെയ്തിട്ട് ശരിയാകുന്നില്ല, എനിക്കൊരു മുന്നേറ്റമില്ല. ഇതായിരിക്കും നമ്മുടെ പരാതി. പക്ഷെ ദൈവവചനം പഠിപ്പിക്കുകയാണ്, ഈ ഒരു അവസ്ഥയിൽ കൈകാലുകൾ ചുറ്റപ്പെട്ട പോലെ നമുക്ക് തോന്നുമെങ്കിലും ശക്തമായി പ്രാർത്ഥിച്ചാൽ ദൈവം പറയില്ല വഴിമാറിപ്പോക്കോ, അവിടെ പ്രശ്നം, അതുകൊണ്ട് ഇതിലേ പോകാൻ പറയില്ല. ആ പ്രതിസന്ധിയെ ദൈവം നേരിട്ടിറങ്ങി മാറ്റി തന്നിരിക്കും. ദൈവത്തെ ഉപേക്ഷിക്ക്, പ്രാർത്ഥന നിർത്ത്, ഈ പോക്ക് നിർത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും. നിർത്തരുത്. കൂടെ നിൽക്കുന്നവർ എതിരാകുമ്പോഴും ദൈവം കൂടെ നിൽക്കും. അത് മറക്കരുത്. കൂടെ നിൽക്കുമെന്ന് വിശ്വസിച്ച് വാക്ക് കേട്ടവർ നാളെ ഒരാവശ്യ നേരത്ത് കൂടെ നിൽക്കത്തില്ല. അവർ വാക്കുകൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ച് നമുക്കെതിരെ യുദ്ധം ചെയ്യും. കൂടെ നിൽക്കുന്നവർ പ്രാർത്ഥിച്ചു എന്നതിന്റെ കാരണത്തിൽ എതിരായാലും ദൈവഭക്തനെ ദൈവം കൂടെ നിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ എവിടെയാ നിൽക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എഴുതിയിട്ടുണ്ട്, നീരുറവയ്ക്കരികെ നിൽക്കുന്ന ജോസഫ്. നീരുറവ എന്ന വാക്ക് രണ്ട് കാര്യമുണ്ട്, ദൈവവും ദൈവവചനവുമാണ്. നീരുറവ, അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചേ. നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. ഏത് വൃക്ഷമാണ്? ഒരു പ്രാവശ്യം പഴം കഴിച്ചു, പിന്നെ 3-4 വർഷത്തേക്ക് ഒന്നും ഉണ്ടായില്ല എന്ന് പറയുന്നൊരു ഫലവൃക്ഷമല്ല. ഫലം എല്ലാ വർഷവും ഫലം കായ്ക്കുന്ന ഫലവൃക്ഷം എന്നല്ല എഴുതിയിരിക്കുന്നത്, ഫലം സമൃദ്ധിയായി ഉണ്ടാകുന്ന വൃക്ഷം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫലസമൃദ്ധമായി. അടുത്ത വാക്യം, അതിൻ്റെ ശാഖകൾ മതിലിന്റെ മീതെ പടർന്നു. എവിടെ പടർന്നു? മതിലിന്റെ മേലെ. നീരുറവയ്ക്കരികെ നിൽക്കുന്ന വൃക്ഷം, മതിലെന്ന് പറയുന്ന ഒരു തടസ്സമാണ്, പ്രശ്നമാണ്, പ്രതിസന്ധിയാ, ബ്ലോക്കാ. എങ്ങനെയാ ഈ പ്രതിസന്ധിയെ അതിജീവിച്ച് അതിന്റെ മേലെ എത്തിയത്? നിങ്ങൾക്കും മതിലുണ്ട്, സമാധാനമില്ല, സ്വസ്ഥതയില്ല, ജോലിയില്ല, സാമ്പത്തികമില്ല, എല്ലാം ബുദ്ധിമുട്ടുള്ള പലരും ഉണ്ട്. പല മതിലുകളുടെയും മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ മതില് കണ്ടോണ്ട് നിങ്ങൾ പറയുന്നു, എന്റെ വളർച്ച പോയി. നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിലും ദൈവവചനത്തിലുമാണെങ്കിൽ നിങ്ങൾ കാണുന്ന ഈ പ്രതിസന്ധിയുടെ മതിലിന്റെ മുകളിൽ നിങ്ങളെ ദൈവം പടർത്തും. ആമേൻ. ഒരു കരം ഉയർത്തി ഉറക്കിയെന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബ്ലോക്കായിട്ട് നിൽക്കും. നമ്മൾ പറയില്ലേ, അയ്യോ അവരെ കൊണ്ട് ഞാൻ മടുത്തു, ആ നാട്ടുകാരെ കൊണ്ട് മടുത്തു. എവിടെ എല്ലാം മതിലാ. മതില് പൊളിക്കാൻ പോകണ്ട. മതില് പൊളിക്കാൻ നോക്കിയാൽ മതില് പൊളിക്കാനേ നേരമുള്ളൂ. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുക. നീ ദൈവത്തിലും ദൈവവചനത്തിലുമാണ് നിൽക്കുന്നെങ്കിൽ ആ മതില് നിനക്കൊരു പ്രശ്നമാകില്ല. ആ മതിലിന്റെ മേലെ നീ എത്തും. ചിന്തിച്ചും ആകുലപ്പെട്ടും മനസ്സും അടുത്തും തകർന്നു വരുന്നാൽ വളരിയല്ല, അവിടെ ചുരുണ്ടിരിക്കുകയുള്ളൂ. ചുരുണ്ടിരിക്കാനല്ല, അതിന്മേൽ വളരാനാണ് ദൈവം നിന്നെ ഈ വചനം കേൾപ്പിക്കും. പ്രശ്നങ്ങളുടെ മുമ്പിൽ കഠിന വേദന വരും. കഠിന വേദന അപ്പുറത്തിരുന്ന് ജീവിക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ എറിയുക. ഒരു സൈഡിൽ വളരാൻ പറ്റാത്ത മതില്, അതിനിടയിലും നീ നിൽക്കുന്നത് ഈ ദൈവത്തിലും ഈ ദൈവവചനത്തിലുമാണെങ്കിൽ നീ അതിനിടയിലും വളർന്ന് പന്തലിക്കും. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്, അങ്ങനെ വളർന്നവരുണ്ട്, അങ്ങനെ വളർന്ന വ്യക്തികളുണ്ട്. ഒരുപാട്
ഒരുപാട്. എവിടെയെങ്കിലും വേര് പിടിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിലും ദൈവവചനത്തിലും വേര് പിടിക്കുന്നവൻ ആരമ്പെയ്താലും ആരുപദ്രവിച്ചാലും എത്ര മതിലുകൾ ഉയർത്തിക്കെട്ടിയാലും അതിനിടയിലും അവൻ വളരും. അത് ദൈവമാണ് അവനെ അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നത്. യാക്കോബിന്റെ ശക്തനായ ദൈവം, ഇസ്രായേലിന്റെ പാറയായ ഇടയൻ തന്റെ കൈകൾ കൊണ്ട് അവന്റെ കൈകളെ ബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഈ പ്രതിസന്ധിയിൽ, ഈ മതിലിനടുത്ത്, ഈ ഞെരുക്കത്തിൽ, ഈ അമ്പെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്തു ചെയ്യുകയായിരുന്നു? ദൈവം തന്റെ കരങ്ങൾ കൊണ്ട് ഇവന്റെ കൈകളെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതാണ് ദൈവം. നിങ്ങളെ 4 സൈഡിൽ നിന്നും വലിച്ച് തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ദൈവം എന്തു ചെയ്യുകയാണ്? ദൈവം ഉറങ്ങുവാണോ? ദൈവം മുഖം തിരിച്ചോ? സങ്കീർത്തകൻ ചോദിക്കുന്നൊരു വാക്കുണ്ട്, ദൈവമേ, നീ എൻ്റെ നേരെ മുഖം തിരിക്കരുത്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് നേരെ നീ തിരിഞ്ഞിരിക്കരുത്. നീ എന്തെടുക്കുകയാണ്? ദൈവം പറയുവാണ്, എൻ്റെ കരങ്ങൾ കൊണ്ട് നിന്റെ കരങ്ങളെ ഞാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ വചനം നിങ്ങളോട്, നിങ്ങളുടെ കുടുംബത്തോട് ഇപ്പോൾ പറയുന്നത്, നമുക്ക് പുതുക്കി പണിയാൻ പറ്റും, നമുക്ക് പുനരുദ്ധരിക്കാൻ പറ്റും. ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കും. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം എല്ലാവരും ചേർന്ന് ആ പുതുക്കി പണിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിച്ചുകൊണ്ട്